ഹായ്, ഞാൻ വീണ്ടും വന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ പാട്ടും പാചകത്തിലേക്ക് എല്ലാവരും വരിക. എനിക്കൊരു ഇത്തിരി മീൻ കിട്ടിയിട്ടുണ്ട്. അത് കൊഴിയാളയാണ്. പല സ്ഥലത്തും പല പേരായിരിക്കും, എനിക്കറിയത്തില്ല. ഇവിടെ പറയുന്നത് കൊഴിയാള എന്നാണ് ആ മീനെ പറയുന്നത്. അപ്പോഴത് കാണിച്ചു തരാം. ഇതാണ് മീൻ. തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാനിതെങ്ങനെയാണ് വെക്കുന്നതെന്നുള്ളത് ഞാനിന്ന് കാണിച്ചു തരാം. ഇന്നലെ ചെങ്കലവ കറിയും അയിലക്കറിയും വെച്ച് വേറെ രീതിയിലായിരുന്നു. അപ്പോഴിന്ന് ഈ കൊഴിയാള ഞാൻ വേറൊരു രീതിയിലാണെന്ന് വെക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കണ്ടേ? ബാ. ഹലോ കൂട്ടുകാരെ, ഞാൻ ഈ കറുത്ത ചട്ടിയിലാണ് വെക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കറുത്ത ചട്ടി. ഇതിൽ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം എനിക്ക് കമൻറ്റ് ചെയ്യുക. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഇതിൽ വെക്കുന്നതെങ്കിൽ അത് വെച്ച് നോക്കി അതിൻ്റെ ടേസ്റ്റെല്ലാം അറിഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ കറുത്ത ചട്ടി അടുപ്പത്തേക്ക് വെക്കാൻ പോവുകയാണ്. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ പ്രത്യേകം പറയാറുണ്ട്. നല്ല വെളിച്ചെണ്ണ വാങ്ങിച്ച് നല്ല വെളിച്ചെണ്ണ ഉപയോഗിക്കുക. എണ്ണ ചൂടായി വരുന്നുണ്ട്. കടുക് ഞാൻ ഇതിനകത്ത് ഉപയോഗിക്കത്തില്ല, കടുക് പൊട്ടിക്കത്തില്ല. എണ്ണ നന്നായി ചൂടായി വരുന്നുണ്ട്. അപ്പം അതിന് ആവശ്യമായത് ചെറിയ ഉള്ളി, സവാള ചെറുതായിട്ട് അരിഞ്ഞത്, തക്കാളിക്ക, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്. നമുക്കതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. ഉള്ളി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് തക്കാളിക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിതിൽ കടു വറുക്കാത്തത്, മുളകോ ഉള്ളിയോ കടുകോ ചേർത്ത് കടുക് വറുത്തെടുക്കാത്തതെന്ന് പറഞ്ഞാൽ അത് വേറൊരു ടേസ്റ്റാണ്. ഇത് വേറെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ടേസ്റ്റുകൾ രുചി നമ്മൾ ഓരോ കറികളും വയ്ക്കുമ്പോൾ അതിലേക്ക് മാറ്റിയും തിരിച്ചുമൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോഴത്തേക്ക് അതിന് വേറൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് വേറെ രീതിയിലൊരു ടേസ്റ്റാണ് ഇതിനകത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നമുക്കിത് നോക്കാം. ഒന്ന് വാടി നന്നായിട്ട് ഇതൊന്ന് വാടി റെഡിയായി വരട്ടെ. ഉടയണം. തക്കാളിക്ക് സവാളയും നന്നായി ഉടഞ്ഞ് റെഡിയാകണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ തക്കാളിക്ക, സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മസാലക്കൂട്ടുകളെല്ലാം ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് 1.5 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. മുക്കാൽ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. കാൽ സ്പൂൺ കൂടുതൽ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നിറം ഒന്ന് മാറി മസാലകളുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയുടെ എല്ലാത്തിൻ്റെയും കാരം ഒന്ന് മാറി കിട്ടണം.
നന്നായി മാറിയിട്ടുണ്ട്. നിറമൊക്കെ ഒന്ന് നല്ല ഒരു അടിപൊളി നിറത്തിലേക്കൊക്കെ മാറി. നമുക്കിനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനതിലേക്ക് പുളി പിഴിഞ്ഞ് ചേർക്കയുടെ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ചേർത്തിട്ടുണ്ട്. കുറവാണെന്നുണ്ടെങ്കിൽ നമുക്കത് പിന്നെ ചേർക്കാവുന്നതാണ്. ഇനി നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതിനി ഒന്ന് അടച്ചു വയ്ക്കാം. കറി തിളച്ചതിന് ശേഷം നമുക്കതിലേക്ക് മീനിട്ട് കൊടുക്കാം. ഞാനിത് തുറന്ന് നോക്കിയാണ്. നന്നായിട്ട് തിളച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. കൊഴിയാളയാണ്. ഒന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും അത് നമുക്ക് അടച്ചിടാം. ഹലോ കൂട്ടുകാരെ, കറണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഈ വെളിച്ചം എത്രത്തോളം വരുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ കറി നല്ല സൂപ്പറായിട്ടുണ്ട്. ഞാനൊന്ന് ഗ്യാസ് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഉലുവാപ്പൊടി ചേർക്കാവുന്നതാണ്. ഉലുവാപ്പൊടി ലാസ്റ്റ് വേണം ചേർക്കാനുള്ളത്. ഒരു 1/4 സ്പൂണ് ഉലുവാപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല മണവും എല്ലാം വന്നിട്ടുണ്ട്. അടിപൊളി സെറ്റ് ആയിട്ടുണ്ട് കറി. കറണ്ട് പോയി, കുഴപ്പമില്ല. ഞാൻ ലൈറ്റ് എടുത്തു. കറി ഒന്ന് നന്നായിട്ട് കറക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അടിപൊളി സെറ്റ് മണം വരുന്നുണ്ട്. അപ്പോഴേ എൻ്റെ കറി എത്രമാത്രം സൂപ്പർ ആയിട്ടുണ്ടെന്നുള്ളത് അറിയാം. നെയ്യൊക്കെ തെളിഞ്ഞ് ഒരു കിടുക്കാച്ചി മീൻകറി ആയിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഹലോ കൂട്ടുകാരെ, എല്ലാവരും നോക്കുക. ഞാൻ വെച്ച കൊഴിയാളക്കറിയാണ്. നല്ല സൂപ്പറായിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കറണ്ട് വന്നിട്ടില്ല. നമുക്കിതിന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാവരും വാ. കുറച്ച് മീൻ അതിൽ നിന്ന് ഇങ്ങോട്ട് പിച്ചിയെടുത്ത് ഇത്തിരി ചോറും കുറച്ച് മസാല, അതിൻ്റെ ഗ്രേവി, അതിൻ്റെ കറിയും കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് കഴിച്ച് നോക്കാം. ഒന്നും പറയാനില്ല, കിടുക്കാച്ചി. എൻ്റെ അമ്മോ, അമ്പോ ഇതെന്താ ടേസ്റ്റ്, നാക്ക് കുഴുന്നു പോകുന്നു. അത്ര നല്ല ടേസ്റ്റ്. എല്ലാവരും ഇതുപോലെ തന്നെ പരീക്ഷിക്കുക. എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും എൻ്റെ കൂടെ കാണണം. അതിനിപ്പോൾ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഉണ്ട്. ടാറ്റാ, ബൈ ബൈ.